ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇ വി സെഗ്മെൻറ്റിൽ ടാറ്റ നെക്സോൺ ഇ വി തന്നെയാണ് ഇലക്ട്രിക് 4 വീൽ ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ ആദ്യമായിട്ട് ഒരു തരംഗം സൃഷ്ടിച്ചു വന്ന വണ്ടി. പിന്നീട് ഒരു 10.99 ലാക്സിന് പഞ്ച് ഇ വി എന്ന് പറയുന്ന ഒരു മൈക്രോ എക്സ് യു വിയുടെ ലോഞ്ച് കാരണം എല്ലാവർക്കും ഒരു ഡൗട്ട് തുടങ്ങി. ഐസ് വെഹിക്കിൾ എടുക്കണോ? അതും ഏകദേശം 10 ലാക്ക് വരുന്നുണ്ടല്ലോ. എന്നാൽ ഇ വി സെഗ്മെൻറ്റിലോട്ട് പോകുമ്പോൾ ഒരു 10.99 ലാക്സ് നമുക്ക് മുടക്കാനുണ്ടെങ്കിൽ പഞ്ച്, അതും അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലിയ ഒരു മൈക്രോ എസ് യു വി വെഹിക്കിളാണല്ലോ, അതെടുത്തൂടെ എന്നുള്ള ചിന്താഗതി തുടങ്ങിയത്. എന്നാൽ ടാറ്റയെ പോലും ഞെട്ടിച്ചുകൊണ്ടാണ് എം ജി വിൻസർ ഇ വിയുടെ വരവ്. ഈ എം ജി വിൻസർ ഇ വിയുടെ വരവ് ടാറ്റയെ പോലും ഞെട്ടിച്ചു എന്ന് പറയാൻ കാരണം ടാറ്റയുടെ പഞ്ച് ഇ വി അല്ലെങ്കിൽ ടാറ്റയുടെ നെക്സോൺ ഇ വി ഇതിനേക്കാളും വലിയൊരു ഇ വി വെഹിക്കിളാണ് അവർ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ പ്രൈസ് ആയിരിക്കട്ടെ 9.9 ലാക്സ് മാത്രമേ വരുന്നുള്ളൂ. എന്നാൽ എങ്ങനെ ഈ പ്രൈസ് അവർക്ക് ഇത്രയും താഴ്ത്താൻ കഴിഞ്ഞു? അതൊരു പുതിയ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് എന്നുള്ളത് നമ്മൾ പലപ്പോഴും അറിയാതെ പോകുന്നുണ്ട് പല കസ്റ്റമേഴ്സും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ടാറ്റ നെക്സോൺ ഇ വി എടുക്കണോ, ടാറ്റ പഞ്ച് ഇ വി എടുക്കണോ, അല്ലെങ്കിൽ വിൻസർ ഇ വി വേണോ, ഏത് വേണം നമ്മൾക്ക് നമ്മുടെ ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ എടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല വണ്ടി, അല്ലെങ്കിൽ നമുക്ക് ബഡ്ജറ്റ് ഒന്നും അല്ല, എനിക്ക് അത്യാവശ്യം നല്ല വണ്ടി തന്നെ വേണം എന്നുണ്ടെങ്കിൽ ഏത് വണ്ടി എടുക്കണം, എനിക്ക് ഫീച്ചർ റിച്ച് ആയിട്ടുള്ള വണ്ടി വേണം, അങ്ങനെയാണെങ്കിൽ ഏത് വേണം എന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ കയ്യിൽ 9.9 ലാക്സ് ഉണ്ടെങ്കിൽ എം ജി വിൻസർ ഇ വി സ്വന്തമാക്കാൻ പറ്റും. എന്നാൽ അതേ പ്രൈസ് തന്നെയാണ് ഇപ്പോൾ ടാറ്റ പഞ്ച് ഇ വിയുടെ റേറ്റും. 9.9 ലാക്സിലോട്ട് പഞ്ച് ഇ വിയുടെ റേറ്റും അവർ താഴ്ത്തിയിട്ടുണ്ട്. നെക്സോൺ ഇ വി അങ്ങനെയല്ല. നെക്സോൺ ഇ വി കുറച്ച് റേറ്റ് ഓവറാണ്. പക്ഷേ അങ്ങനെയാണെങ്കിലും ഈ രണ്ട് വെഹിക്കിൾസും നമുക്ക് ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഉണ്ട്. അതിലൂടെ കാൽക്കുലേറ്റ് ചെയ്ത് വരുന്ന സമയത്ത് അവസാനം ഒരു 5 ഇയേഴ്സ് കഴിയുമ്പോഴേക്കും അല്ലെങ്കിൽ ഒരു 6 ഇയേഴ്സ് കഴിയുമ്പോഴേക്കും നമുക്ക് നെക്സോൺ ഇ വിയുടെ റേറ്റും ഈ വിൻസർ ഇ വിയുടെ റേറ്റും ഒരുപോലെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ നെക്സോൺ ഇ വിയും പഞ്ച് ഇ വി അതുപോലെ തന്നെ എം ജി വിൻസറും കൂടെ ഞാൻ കമ്പയർ ചെയ്തിട്ട് ഈ വീഡിയോയിൽ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ സ്പെക്കും കാര്യങ്ങളും ഞാൻ പറയുന്ന സമയത്ത് 3 വണ്ടിയുടെ സ്പെക്കും കാര്യങ്ങളും കമ്പാരിസൺ ചെയ്തിട്ടാണ് പോകുന്നത്. അതിലൂടെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതിൽ ഏത് വെഹിക്കിൾ എടുക്കണം എന്നുള്ളത്. ലാസ്റ്റാണ് ഇതിൻ്റെ പ്രൈസും വേരിയേഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുന്നത്. 3 വണ്ടിയുടെയും മോട്ടോർ പവർ നോക്കുന്ന സമയത്ത് നെക്സോൺ ഇ വി ആണ് ഏറ്റവും കൂടുതൽ പവറുള്ള വണ്ടി. 143 PS പവറിൽ 215 Nm ടോർഗാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്നാൽ വിൻസർ ഇ വിയുടെ മോട്ടോർ പവർ വരുന്നത് 136 PS 200 Nm ടോർഗാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. വിൻസർ ഇ വിയുടെ അതേ പ്രൈസ് റേഞ്ചിൽ 9.9 ലാക്സിൽ നമുക്ക് കിട്ടുന്നത് പഞ്ച് ഇ വിയുടെ MR വേരിയൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ മോട്ടോർ പവർ ഒന്ന് നമുക്ക് പറയാം. അതിൻ്റെ മോട്ടോർ പവർ വരുന്നത് 82 PS മോട്ടോർ പവറിൽ 114 Nm ടോർഗാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്നാൽ പഞ്ച് ഇ വിയുടെ LR വേരിയൻറ്റിൻ്റെ മോട്ടോർ പവർ വരുന്നത് 122 PS മോട്ടോർ പവറിൽ അതിൻ്റെ ടോർക്ക് വരുന്നത് 190 Nm ആണ്. പഞ്ച് ഇ വിയുടെ MR വേരിയൻറ്റിൽ നമുക്ക് കിട്ടുന്നത് ചെറിയ ബാറ്ററി പാക്കാണ്, 25 കിലോവാട്ടിൻ്റെ ബാറ്ററി പാക്ക്. എന്നാൽ പഞ്ച് ഇ വിയുടെ LR വേരിയൻറ്റിൽ നമുക്ക് കിട്ടുന്നത് നമ്മുടെ വിൻസർ ഇ വിയുടെ ബാറ്ററി പാക്കിനോട്ട് എടുത്തു നിൽക്കുന്നത് തന്നെയാണ്. വിൻസർ ഇ വിയിൽ 38 കിലോവാട്ടിൻ്റെ ബാറ്ററി പാക്ക് വരുന്ന സമയത്ത് പഞ്ച് ഇ വിയുടെ LR വേരിയൻറ്റിൽ വരുന്നത് 35 കിലോവാട്ടിൻ്റെ ബാറ്ററി പാക്കാണ്. എന്നാൽ ഈ 2 ബാറ്ററി പാക്കിനേക്കാളും വലിയ ബാറ്ററി പാക്കാണ് നെക്സോൺ ഇ വിയിൽ വരുന്നത്. 40 കിലോവാട്ടിൻ്റെ ബാറ്ററി പാക്കാണ് നെക്സോണിൽ വരുന്നത്. കിലോമീറ്റർ റേഞ്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 9.9 ലാക്സിന് കിട്ടുന്ന നമ്മുടെ പഞ്ച് ഇ വിയുടെ MRന് 265 കിലോമീറ്ററാണ് കമ്പനി വാഗ്ദാനം ചെയ്യുന്നത്. എന്നാൽ വിൻസറിൻ്റെ അതേ പ്രൈസ് റേഞ്ചിലുള്ള വണ്ടിക്ക് റേഞ്ച് വരുന്നത് 331 കിലോമീറ്ററാണ്. പഞ്ച് ഇ വിയുടെ LR വേരിയൻ്റ് ആകട്ടെ 365 കിലോമീറ്റർ കമ്പനി വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അതായത് എം ജി വിൻസർ ഇ വിയേക്കാളും കിലോമീറ്റർ കിട്ടുന്നുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇനി നെക്സോൺ ഇ വിയുടെ കിലോമീറ്റർ റേഞ്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 390 കിലോമീറ്റർ ആണ്. അതായത് ഈ സെഗ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ റേഞ്ച് കിട്ടുന്നത് 390 കിലോമീറ്ററോട് കൂടെയുള്ള നമ്മുടെ നെക്സോൺ ഇ വി തന്നെയാണ്. ഈ സെഗ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ ഹൈറ്റും ലെങ്ത്തും കൂടിയ വണ്ടി വിൻസർ ഇ വി തന്നെയാണ്. 4295 മില്ലിമീറ്ററാണ് ലെങ്ത്ത് വരുന്നത്. ഹൈറ്റ് ആകട്ടെ 1677 മില്ലിമീറ്ററും വരുന്നുണ്ട്. വിഡ്ത്ത് 2126 മില്ലിമീറ്ററാണ് വരുന്നത്. നെക്സോണും പഞ്ചും ഏകദേശം ഒരേ ലെങ്ത്തും വിഡ്ത്തും ആയതുകൊണ്ട് ഞാൻ നെക്സോണിൻ്റെയാണ് ഇവിടെ ലെങ്ത്തും വിഡ്ത്തും പറയുന്നത്. 3994 ലെങ്ത്ത് ഉണ്ട്. അതിൻ്റെ വിഡ്ത്ത് ആകട്ടെ 1811 വിഡ്ത്ത് വരുന്നുണ്ട്. ഹൈറ്റ് ആകട്ടെ 1616 ആണ്. എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും നെക്സോണേക്കാളും പഞ്ചിനേക്കാളും ഹൈറ്റും ലെങ്ത്തും വരുന്നത് നമ്മുടെ എം ജി വിൻസർ ഇ വി തന്നെയാണ്. വീൽ ബേസ് നോക്കുന്ന സമയത്ത് 2 വണ്ടികൾക്കും, അതായത് പഞ്ചിനും നെക്സോണും 2500 മില്ലിമീറ്റർ വരുന്ന സമയത്ത് അതിനേക്കാളും 200 മില്ലിമീറ്റർ കൊണ്ട് വീൽ ബേസ് കൂടുതലാണ്
നമ്മുടെ MG വിൻസർ EV. ടയർ സൈസും വിൻസർ EV തന്നെയാണ് കൂടുതൽ. അവിടെ 17 ഇഞ്ചും 18 ഇഞ്ചും ഈ വണ്ടിക്ക് വരുന്ന സമയത്ത് പഞ്ചിനും നെക്സോണിനും 15-16 ഇഞ്ചുകളിലാണ് വീൽ സൈസ് വരുന്നത്. ഫീച്ചേഴ്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പഞ്ച് EVയുടെ MR വേരിയൻറ്റ്, അതായത് 9.9 lakhsന് കിട്ടുന്ന പഞ്ച് EVയുടെ ആ വേരിയൻറ്റിൽ നമുക്ക് ബേസ് മോഡലിൽ ഫീച്ചർ റിച്ച് ആയിട്ടുള്ളൊരു വണ്ടിയല്ല. നമ്മുടെ ഐസ് എഞ്ചിൻ വെഹിക്കിൾസിലൊക്കെ വരുന്ന പോലെ ഏറ്റവും താഴ്ന്നിട്ടുള്ള ബേസ് ആയിട്ടുള്ള ഒരു ഇൻറ്റീരിയറും ഫീച്ചേഴ്സും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ ഈ 9.9 lakhsന് കിട്ടുന്ന പഞ്ച് EV MR വേരിയൻറ്റിൽ. അതിൻ്റെ ഒരു വേരിയൻറ്റിൻ്റെ പേര് പറയുകയാണെന്നുണ്ടെങ്കിൽ സ്മാർട്ട് എന്ന് പറയുന്നൊരു വേരിയൻ്റാണ്. ആ വേരിയൻറ്റിൽ ഒന്നും നമുക്ക് കൂടുതലായിട്ടുള്ള ഫീച്ചേഴ്സ് ഇല്ല. പഞ്ച് EVയുടെ LR വേരിയൻ്റ് ആകട്ടെ ഒരു ഫീച്ചർ റിച്ച് ആയിട്ടുള്ള വെഹിക്കിൾ തന്നെയാണ്. ഫീച്ചേഴ്സിൽ ഒരു കുറവുമില്ല. അത്യാവശ്യത്തിലധികം നല്ല ഇൻറ്റീരിയർ ഡിസൈനും കാര്യങ്ങളും എല്ലാം ഉൾക്കൊണ്ടിട്ടുള്ള ഒരു വണ്ടി തന്നെയാണ് പഞ്ച് EVയുടെ LR വേരിയൻറ്റ്. അതിലാകെ ഒരു ഡ്രോബാക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ടോപ്പ് എൻഡ് വേരിയൻറ്റിൽ പോലും കമ്പനി റിയർ AC വെൻസ് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ 9.9 lakhsന് കിട്ടുന്ന MGയുടെ വിൻസർ EVയുടെ ഇൻറ്റീരിയർ കണ്ടു കഴിഞ്ഞാൽ ഫീച്ചർ റിച്ച് ആയിട്ടുള്ളൊരു വെഹിക്കിളാണ്. അത്യാവശ്യത്തിലധികം ഫീച്ചേഴ്സ് ഉണ്ട്. ഒരു പ്രീമിയം ടച്ച് വെഹിക്കിൾ തന്നെയാണ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. നെക്സോൺ EV നമുക്ക് എടുക്കാം. നെക്സോൺ EVയുടെ ഇൻറ്റീരിയറും ഫീച്ചേഴ്സും കാര്യങ്ങളും നോക്കുകയാണെന്നുണ്ടെങ്കിൽ MGയുടെ വിൻസർ EV 9.9 lakhsന് കിട്ടുന്ന അതിൻ്റെ ഫീച്ചേഴ്സിനേക്കാളും എത്രയോ അധികം ഫീച്ചേഴ്സ് നമുക്ക് നെക്സോൺ EVയുടെ ഹൈ എൻഡ് വേരിയൻറ്റിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഈ നെക്സോൺ EVയുടെ ഹൈ എൻഡ് വേരിയൻറ്റിനെ കുറിച്ച് ഞാൻ കൂടുതൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയാനുള്ള കാരണം MGയുടെ വിൻസർ EV നമ്മൾ എപ്പോഴും ഹൈലൈറ്റ് ആയിട്ട് കേൾക്കുന്നത് 9.9 lakhsന് MGയുടെ വിൻസർ EV അതിൻ്റെ ബേസ് വേരിയൻറ്റ് കിട്ടും എന്നുള്ളതാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അവിടെയാണ് MG അവരുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി കളിച്ചിട്ടുള്ളത്. അവർ ബാറ്ററി ആസ് എ റെൻ്റ് ആണ് നമുക്ക് തരുന്നത്. വണ്ടി മാത്രമേ നമുക്ക് നൽകുന്നുള്ളൂ. വണ്ടിയുടെ ബാറ്ററി നമ്മുടെ ബാറ്ററിയായി മാറിയിട്ടില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ബാറ്ററി കോസ്റ്റ് അവിടെ കുറഞ്ഞിട്ടാണ് ഈ 9.9 lakhsന് വണ്ടി അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ സ്ട്രാറ്റജി നല്ല സ്ട്രാറ്റജിയാണെന്ന് ചോദിച്ചാൽ നല്ല സ്ട്രാറ്റജി തന്നെയാണ്. കാരണം വെറും 9.9 ലക്ഷം രൂപയ്ക്ക് വണ്ടിയുടെ കോസ്റ്റ് മാത്രമേ ആയിട്ടുള്ളൂ. നല്ല ഫീച്ചർ റിച്ച് ആയിട്ട് ഒരു നെക്സോൺ EVനേക്കാളും സൈസ് വലുപ്പമുള്ളൊരു വെഹിക്കിൾ നമുക്ക് സ്വന്തമാക്കാൻ പറ്റുക എന്നത് പറയുന്നത് നല്ലൊരു കാര്യമാണ്. നമ്മുടെ പഞ്ചിൻ്റെ വില വരുന്നത് ഐസ് എഞ്ചിൻ വരുന്ന വണ്ടിക്ക് 7-8 ലക്ഷം രൂപ വരുന്ന സമയത്ത് അതിൻ്റെ EV സെക്ഷനിലോട്ട് പോകുന്ന സമയത്ത് ബാറ്ററി കോസ്റ്റ് കൂടെ നമ്മൾ കൊടുത്തിട്ടാണ് വണ്ടി വാങ്ങുന്നത്. അപ്പോൾ ഏകദേശം വണ്ടി ഒരു 14-15 ലക്ഷം രൂപ വരുന്നുണ്ട്. ഇനി അതിൻ്റെ ബേസ് വേരിയൻ്റ് എടുത്തിട്ട് 9 ലക്ഷം രൂപ അല്ലെങ്കിൽ 10-11 ലക്ഷം രൂപയ്ക്ക് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല. ഇൻറ്റീരിയറിൽ ഒരു ഫീച്ചറും ഇല്ലാത്തൊരു ലോക്കൽ നോർമൽ വണ്ടി, അതും MR വേരിയൻ്റാണ് കിട്ടുന്നത്. റേഞ്ച് കുറഞ്ഞ 25 kW ബാറ്ററി ഉള്ള വണ്ടിയാണ് നമുക്ക് കിട്ടുന്നത്. ഇത് നെക്സോണിനേക്കാളും വലിയ വണ്ടി. ഇതിൻ്റെ ബാറ്ററി പാക്കേജ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ പഞ്ചിയുടെ LR വേരിയൻറ്റിൽ വരുന്ന പഞ്ചിൻ്റെ ബാറ്ററി വേരിയൻ്റ് ഉള്ള വണ്ടിയാണ് കിട്ടുന്നത് ഈ 9.9 ലക്ഷം രൂപയ്ക്ക്. അതിൻ്റെ ഉള്ളിലുള്ള ഫീച്ചേഴ്സ് ആണെങ്കിലും ഒരു പഞ്ചിൻ്റെ അല്ലെങ്കിൽ നെക്സോണിൻ്റെ ഒക്കെ ഒരു ഫുൾ ഓപ്ഷൻ വെഹിക്കിളിൻ്റെ അല്ലെങ്കിൽ ഒരു മിഡ് റേഞ്ച് വെഹിക്കിളിലൊക്കെ വരുന്ന അത്രയും ഫീച്ചേഴ്സ് ഈ വണ്ടിയിൽ നമുക്ക് ഈ 9.9 ലക്ഷം രൂപയ്ക്ക് കിട്ടുന്നുണ്ട്. അത് ഇനി ഓൺ റോഡ് വരുമ്പോൾ നമുക്കൊരു 11-12 ലക്ഷം രൂപ വന്നാലും അത്രയല്ലേ കോസ്റ്റ് ആയിട്ടുള്ളൂ. പിന്നെ ബാറ്ററിയുടെ കേസ് എങ്ങനെ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിലോമീറ്ററിന് 3.5 രൂപ വെച്ചിട്ടാണ് കമ്പനി നമ്മുടെ കയ്യിൽ നിന്ന് പിടിക്കുന്നത്. അതൊരു മന്ത്ലി EMI രൂപത്തിലാണ് അവർ പിടിക്കുന്നത്. നമ്മളൊരു മാസം എത്രയാണോ കിലോമീറ്റർ ഓടിയത്, കിലോമീറ്റർ കുറഞ്ഞ് ഓടിക്കഴിഞ്ഞാൽ കുറഞ്ഞ എമൗണ്ട് 3.5 രൂപ വെച്ച് കണക്കൂട്ടി എത്രയാണോ ഫ്യൂൽ കോസ്റ്റ് അത് അവർ ബാങ്കുമായി ടൈപ്പ് ചെയ്തിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് പിടിക്കുക ചെയ്യുക. കൂടുതൽ ഓടിയാൽ കൂടുതൽ എമൗണ്ട് നമ്മൾ അടക്കേണ്ടി വരും. എന്നാലും അത് അത്ര വലിയൊരു ബാധ്യത ഉള്ളൊരു എമൗണ്ടായി മാറും എന്നുള്ളത് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഒരു EMI ചെറിയൊരു എമൗണ്ട് വെച്ച് നമ്മളിങ്ങനെ അടച്ചു പോവുക, അതാണ് ഇതിൻ്റെ സിസ്റ്റം വരുന്നത്. ഞാൻ ഒരു ഏകദേശം ഒരു കാൽക്കുലേഷനും കാര്യങ്ങളും ഞാൻ അതിൽ പറയാം എങ്ങനെയൊക്കെ ഇനി വരിക എന്നുള്ളത്. മോട്ടോർ പാക്ക് അല്ലെങ്കിൽ ബാറ്ററി പാക്കിന് വാറൻറ്റി നമ്മുടെ ടാറ്റ പഞ്ചിനും നെക്സോൺ EVക്കും കമ്പനി പറഞ്ഞിട്ടുള്ളത് ഒന്നെങ്കിൽ 8 വർഷം അല്ലെങ്കിൽ 1,60,000 കിലോമീറ്റർ. ഇതിൽ ഏതാണോ ആദ്യം അച്ചീവ് ചെയ്യണത് അതിനനുസരിച്ചായിരിക്കും ബാറ്ററിയുടെ വാറൻറ്റി അവർ നൽകുക. അതിൻ്റെ അർത്ഥം 1,60,000 കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാറ്ററിക്ക് എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ബാറ്ററി ഒന്നെങ്കിൽ റീപ്ലേസ് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ ബാറ്ററി റിപ്പയർ ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാൻ ഇത് അന്വേഷിച്ചിടത്തോളം എനിക്ക് മനസ്സിലായത് ബാറ്ററി ഒരുപാട് പേര് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ബാറ്ററി ഫ്രഷായിട്ട് പുതിയൊരു ബാറ്ററിയിലോട്ട് മാറണം എന്നുണ്ടെങ്കിൽ, അങ്ങനെയാണ് മാറിയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ 6 ലക്ഷം രൂപ വരെ കോസ്റ്റ് വന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ആ പുതിയതായിട്ട് മാറുന്ന ബാറ്ററിക്ക് പിന്നെയും അവർ 1,60,000 കിലോമീറ്റർ പുതിയ ബാറ്ററി ആണല്ലോ, പുതിയ വാറൻറ്റിയും കാര്യങ്ങളും അതിന് പ്രൊവൈഡ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. എന്നാൽ റിഫർബിഷ് ചെയ്തിട്ടുള്ള ബാറ്ററികളും ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ നിലവിലുള്ള ബാറ്ററിയെ ഒന്ന് സർവീസ് ചെയ്ത് ശരിയാക്കി എടുക്കണ ഒരു സിസ്റ്റവും ഭാവിയിൽ അവർ പറയുന്നുണ്ട്. ഇനി ടാറ്റയുടെ ഒരു ബെനിഫിറ്റ്
ബെനിഫിറ്റ് കിടക്കുന്നത് അവിടെയാണ് നമുക്ക് പറയുമ്പോൾ. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1.5 ലക്ഷം രൂപയൊക്കെയാണ് നമ്മളെ ബാറ്ററിയുടെ സെൽസും കാര്യങ്ങളൊക്കെ പോയതൊക്കെ ഒന്ന് ശരിയാക്കി ലെവൽ ചെയ്ത് ബാലൻസ് ചെയ്ത് കൊണ്ടുവരാൻ. അങ്ങനെ വരുന്ന ബാറ്ററിക്ക് അവർ പിന്നീട് പറയുന്നത് ഒരു 6 മാസത്തെ ഗ്യാരണ്ടിയേ പറയുന്നുള്ളൂ. അതിനുശേഷവും കംപ്ലയിൻസ് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വഹിക്കേണ്ടി വരും. അപ്പോൾ എന്തായാലും ഈ ബാറ്ററി വെഹിക്കിൾസ് EV വെഹിക്കിൾസിന് ഇത്ര കിലോമീറ്റർ ആയി കഴിഞ്ഞാൽ ബാറ്ററി റീപ്ലേസ് ചെയ്യണമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ഈ ബാറ്ററി റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് വരുന്ന സമയത്താണ് വിൻസർ EVയും ടാറ്റ പഞ്ചും അല്ലെങ്കിൽ ടാറ്റയുടെ നെക്സോണൊക്കെ നമ്മളൊന്ന് കമ്പയർ ചെയ്ത് നോക്കേണ്ട ആവശ്യം വരുന്നത്. MG വിൻസർ EV എന്ന് പറയുന്ന ആ കമ്പനി അതിൻ്റെ ബാറ്ററി വാറൻറ്റി എന്ന് പറയുന്നത് ലൈഫ് ടൈമാണ്. ബാറ്ററി മാറ്റണ കാര്യം നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല, അത് ഫുള്ള് കമ്പനിയിലോട്ടാണ്. 3.5 രൂപ വെച്ചിട്ട് നമ്മൾ കിലോമീറ്റർ നടക്കുന്നുണ്ടല്ലോ, അത് എത്ര കിലോമീറ്റർ ആയി കഴിഞ്ഞാലും ആ ബാറ്ററി റീപ്ലേസ്മെൻറ്റിൻ്റെ സമയം വന്നു കഴിഞ്ഞാൽ കമ്പനി നമുക്ക് ഫ്രീ ആയിട്ട് ബാറ്ററി റീപ്ലേസ് ചെയ്ത് തരും. പിന്നെ നമ്മൾ അങ്ങനെ ത്രൂ ഔട്ടായിട്ട് 3.5 രൂപ വെച്ച് ഇങ്ങനെ അടച്ചാൽ മതി. കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1,60,000 കിലോമീറ്റർ ആണ് നമ്മുടെ ടാറ്റ പഞ്ച് EV അല്ലെങ്കിൽ നെക്സോണിൻ്റെ ഒക്കെ ബാറ്ററി പാക്കിന് കമ്പനി പറയുന്ന ഒരു വാറൻറ്റി. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ ബാറ്ററി എങ്ങനെയെങ്കിലും ഒന്ന് റീപ്ലേസ് ചെയ്യേണ്ടി വരും. ഒരു 6 ലക്ഷം രൂപ കൊടുത്തിട്ട് നമ്മൾ റീപ്ലേസ്, അതായത് വണ്ടിയുടെ ഫുൾ ബാറ്ററി ആയിട്ട് നമ്മൾ തന്നെ റീപ്ലേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ടാറ്റ പഞ്ചും നെക്സോൺ EVയും അതുപോലെ തന്നെ MG വിൻസറും ഒക്കെ ഏകദേശം ഒരേപോലെയായി മാറി എന്നുള്ളതാണ് അർത്ഥം. കാരണം 1,60,000 കിലോമീറ്റർ ബാറ്ററി കിട്ടുന്നുണ്ടെങ്കിൽ അത് നമ്മൾ 6 ലക്ഷത്തോടു കൂടി അത് ഡിവൈഡ് ചെയ്ത സമയത്ത് നമുക്ക് പെർ കിലോമീറ്ററിന് 3.75 രൂപ ടാറ്റ പഞ്ചിനും നെക്സോൺ EVക്കും കിലോമീറ്റർ ചാർജ് തന്നെ വെച്ച് കണക്കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ വരുന്നുണ്ട് എന്നുള്ളതാണ് അർത്ഥം. എന്നാൽ ഇനി നമ്മൾ റീഫർബിഷ് ചെയ്തിട്ട് അതിൻ്റെ സെല്ല് മാത്രം പോയത് മാത്രം മാറ്റിയിട്ട് നമുക്ക് ചെയ്യാനുള്ളൊരു ബെനിഫിറ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് ഇവിടെ നെക്സോണും ടാറ്റയൊക്കെ മുമ്പിൽ വരുന്നത് ബെനിഫിറ്റായിട്ട്. അങ്ങനെ 1.5 ലക്ഷം രൂപയ്ക്ക് നമുക്ക് മാറ്റിയിട്ട് പിന്നെയും കുറേ കിലോമീറ്റർ ഓടാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ ബെനിഫിറ്റ്, അത് നല്ലൊരു ബെനിഫിറ്റാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിലോമീറ്ററിന് 1 രൂപ ചാർജൊക്കെ വരുന്നുള്ളൂ ഞാൻ കണക്കൂട്ടിയ സമയത്ത്. MG പറയുന്ന ആ ഒരു ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ് നമുക്ക് കിട്ടുന്നതെന്ന് പറയാം. ബാറ്ററി ആസ് എ സർവീസ് എന്നാണ് പറയുന്നത്. ബാറ്ററിയുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് കമ്പനി തന്നെയാണ്. ഈ 3.5 രൂപ വെച്ച് നമ്മളിങ്ങനെ കിലോമീറ്ററിന് അടച്ചാൽ മതി. ലൈഫ് ടൈം വാറൻറ്റിയാണ്. ബാറ്ററി റീപ്ലേസ്മെൻറ്റും കാര്യങ്ങളും എന്തും ഭാവിയിൽ വരികയാണെന്നുണ്ടെങ്കിൽ കമ്പനി അറിയും എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ അവർ പറയുന്നത് 3 to 60 വാറൻറ്റി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ, ഒരു പാക്കേജ് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഈ വണ്ടി എടുക്കുന്നതോടുകൂടെ നമുക്ക് കിട്ടുന്നതാണ്. 3 വർഷത്തെ അൺലിമിറ്റഡ് കിലോമീറ്റർ വാറൻറ്റിയാണ് കമ്പനി പറയുന്നത്. എത്ര കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാലും ഒരു കുഴപ്പമില്ല, വണ്ടിക്ക് എന്ത് ഇഷ്യൂ വന്നു കഴിഞ്ഞാലും അത് പാർട്സ് ആണെങ്കിൽ എന്തായിക്കോട്ടെ കമ്പനി അറിയുന്നതാണ് 3 വർഷത്തിൻ്റെ ഉള്ളിൽ. പിന്നെ 3 വർഷത്തെ റോഡ് സൈഡ് അസിസ്റ്റൻസ് കമ്പനി തരുന്നുണ്ട്. അതുപോലെ തന്നെ 3 വർഷത്തേക്ക് ലേബർ സർവീസ് ചാർജ് ഫ്രീ ആണ്. എന്നാൽ ടാറ്റയുടെ വണ്ടികളുടെ ഒരു പ്രശ്നം പറയാൻ നമുക്കവിടെ, ഇവർ ബാറ്ററി പാക്കിനോ അല്ലെങ്കിൽ മോട്ടോർ പാക്കിന് മാത്രമാണ് 8 വർഷത്തെ അല്ലെങ്കിൽ 1,60,000 കിലോമീറ്റർ വരെയുള്ള ഈ വാറൻറ്റി നൽകിയിട്ടുള്ളത്. ഇത് വെഹിക്കിൾ വാറൻറ്റി എന്ന് പറഞ്ഞിട്ട് വെഹിക്കിളിൻ്റെ പാർട്സിൻ്റെ വാറൻറ്റി വരുന്നുണ്ട്. ആ ഭാഗത്ത് ഇവിടെ കിലോമീറ്റർ അൺലിമിറ്റഡ് കിലോമീറ്റർ അല്ല, 1,25,000 കിലോമീറ്ററോ അല്ലെങ്കിൽ 3 വർഷമാണ് കമ്പനിയിൽ നിന്ന് നമ്മൾ വണ്ടി വാങ്ങിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത്. അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു 50,000 രൂപ എക്സ്ട്രാ ടോപ്പപ്പ് ചെയ്ത് കൊടുത്തിട്ട് അവിടുന്ന് പുതിയ സബ്സ്ക്രിപ്ഷൻ എടുക്കാം. അത് എടുത്തു കഴിഞ്ഞാൽ ഒരു എക്സ്ട്രാ 3 ഇയർ നമുക്ക് വെഹിക്കിൾ വാറൻറ്റി എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. കിലോമീറ്ററിൻ്റെ കേസിൽ വരുന്ന സമയത്ത് വീണ്ടും അവിടെ അൺലിമിറ്റഡ് കിലോമീറ്റർ ഒന്നും അല്ല, 1,60,000 കിലോമീറ്റർ. വെഹിക്കിൾ വാറൻറ്റി എന്ന് പറഞ്ഞാൽ വെഹിക്കിളിൻ്റെ പാർട്സും കാര്യങ്ങളും പോണത്. ഈ സ്പെയർ പാർട്സും കാര്യങ്ങളും പോകുന്നത് ഇലക്ട്രിക് വണ്ടികളിൽ മറ്റുള്ള വണ്ടികളിൽ പോകുന്ന പോലെ തന്നെ ഇതിലും നന്നായിട്ട് പോകുന്നുണ്ട്. അതിൻ്റെ ഒരു അനുഭവമാണ്. MGൻ്റെ കേസിൽ ഇവിടെയാണ് പ്ലസ് പോയിന്റ് വരുന്നത്. നമുക്ക് 3 വർഷം അല്ലെങ്കിൽ അൺലിമിറ്റഡ് കിലോമീറ്റർ ആണ്. അത് വെഹിക്കിളിൻ്റെ പാർട്സ് ആണെങ്കിൽ എന്താണെങ്കിലും അൺലിമിറ്റഡ് കിലോമീറ്റർ ആണ് അവർ വാറൻറ്റി പറഞ്ഞിട്ടുള്ളത് 3 വർഷത്തേക്ക്. പിന്നെ ബാറ്ററിയുടെ കേസ് പറയുകയാണെങ്കിൽ ലൈഫ് ടൈം ആണ്, അത് നമുക്ക് ആലോചിക്കേണ്ട കേസേ അല്ല. പിന്നീട് വരുന്നത് അവർ ഒരു ഓപ്ഷൻ വെച്ചിട്ടുണ്ട്. ആ ഓപ്ഷനിൽ വെച്ചിട്ട് നമുക്ക് സബ്സ്ക്രിപ്ഷനിലോട് കൂടി കൂട്ടാൻ പറ്റും. കുറച്ച് എമൗണ്ട് കൊടുത്തിട്ട് നമ്മളെ വാറൻറ്റി കൂട്ടാൻ പറ്റും. അങ്ങനെ വാറൻറ്റി കൂട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 5 വർഷത്തേക്ക് വിത്ത് അൺലിമിറ്റഡ് കിലോമീറ്റർ ആ റോഡ് സൈഡ് അസിസ്റ്റൻസും എല്ലാം മുന്നേ പറഞ്ഞ പോലെ തന്നെ 5 വർഷത്തേക്ക് ആ പാക്കേജ് കൂട്ടാനുള്ളൊരു സിസ്റ്റം കൂടി വരുന്നുണ്ട്. ഇതിന് പുറമെ കമ്പനി തരുന്ന മറ്റൊരു വാഗ്ദാനമാണ് 60% ബൈബാക്ക് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതായത് വണ്ടിയുടെ എക്സ്ഷോറൂം പ്രൈസ് എന്താണോ അതിൻ്റെ 60% 3 വർഷം കഴിഞ്ഞിട്ടാണെങ്കിലും കമ്പനി എടുക്കുന്നുള്ളതാണ് പറയുന്നത്. അല്ലെങ്കിൽ ഒരു കിലോമീറ്റർ അതിനൊരു ലിമിറ്റ് വെച്ചിട്ടുണ്ട്. 45,000 കിലോമീറ്റർ ഓടിയ വണ്ടി 60% ബൈബാക്കിൽ, എക്സ്ഷോറൂം പ്രൈസിൻ്റെ 60% ബൈബാക്കിൽ അവർ വണ്ടി തിരിച്ചെടുക്കാൻ അവർക്ക് പറ്റുമെന്ന് പറയുന്നു. ഇനി നമുക്ക് ഈ വണ്ടികളുടെ പ്രൈസ് വേരിയൻസ് ഒന്ന് കമ്പാരിസൺ ചെയ്ത് നോക്കാം. 11 ലക്ഷം രൂപയാണ് MG വിൻസറിന് ഓൺ റോഡ് പ്രൈസ് എന്ന് വിചാരിക്കുക. നമ്മൾ വണ്ടി ടാക്സും എല്ലാം അടച്ചിട്ട് വണ്ടി ഓൺ റോഡ് എടുക്കുന്ന സമയത്ത് 11 ലക്ഷം രൂപയാണെങ്കിൽ 3.5 രൂപ കിലോമീറ്ററിന് വെച്ചിട്ട് നമ്മൾ അടക്കണം. 1,60,000 ആണ് മറ്റുള്ള കമ്പനികൾ നമുക്ക് വാറൻറ്റി ഒക്കെ പറയുന്നത്. അപ്പോൾ അങ്ങനെ ആ എമൗണ്ട് വെച്ച് കണക്കൂട്ടുന്ന സമയത്ത് ബാറ്ററിയുടെ വില വരുന്നത്
ഇത്ര കൊല്ലം കഴിയുമ്പോൾ 1,60,000 കിലോമീറ്റർ ഈ വണ്ടിക്കും തീരുന്ന സമയത്ത് ബാറ്ററി മാറേണ്ടി വരുമല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു സമയം വരുന്ന സമയത്ത് ഇവിടെ 5.6 അതായത് 5.5 ലക്ഷം രൂപയോളം നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ 11ഉം 5.5 ഒരു 16.6 ലക്ഷം രൂപയോളം നമുക്ക് ഏകദേശം ഈ വണ്ടിക്ക് വില അന്ന് ഈ വണ്ടിക്ക് ആവുന്നുണ്ട്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിൻസർ EV എന്ന് പറയുന്നത് ഏത് വണ്ടിയോട് കടപിടിക്കാൻ പറ്റിയ വണ്ടിയാണെന്നുള്ളത്. നമ്മുടെ നെക്സോൺ EVയുടെ LR വേരിയൻറ്റ്, അതിലൊരു ഫിയർലെസ് എന്ന് പറഞ്ഞിട്ടൊരു വേരിയൻ്റ് ഉണ്ട്. ഈ ഫിയർലെസ് എന്ന് പറയുന്ന SLR വേരിയൻറ്റ് അത്യാവശ്യത്തിൽ അധികം ഫീച്ചറുള്ള വണ്ടിയാണ്. ഈ വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസ് നമുക്ക് വരുന്നത് ഒരു 15.5 ലക്ഷം രൂപയൊക്കെയാണ്. അപ്പോൾ അത് നമുക്ക് ടാക്സും എല്ലാം അടച്ചു കഴിഞ്ഞ് നമ്മൾ വണ്ടി എടുക്കുന്ന സമയത്ത് ഒരു 16,29,000 രൂപയ്ക്ക് ഈ വണ്ടി നമുക്ക് ഓൺ റോഡ് കിട്ടുന്നതാണ് ഞാൻ മനസ്സിലാക്കി കൊടുത്തോളൂ. അപ്പോൾ നെക്സോണിൻ്റെ EVയിലുള്ള നെക്സോൺ EV SLR-നോട്ട് കടപിടിക്കുന്ന വണ്ടിയാണ് ഈ വിൻസർ EV എന്നുള്ള ഈ വണ്ടി. അപ്പോൾ അത്യാവശ്യം ഓട്ടമുള്ള ആൾക്കാരാണെങ്കിൽ MG വിൻസർ EV എടുക്കുന്ന സമയത്ത് ആ വണ്ടിക്ക് എനിക്ക് ആകെ ഇനി ചെറിയ എമൗണ്ട് അല്ലേ അടക്കേണ്ടുള്ളൂ, 11 ലക്ഷം രൂപ. അതിൽ 8 ലക്ഷം രൂപ ഞാൻ ഡൗൺ പേയ്മെൻറ്റും അടിച്ച് ഇനി 3 ലക്ഷം രൂപയ്ക്കൊക്കെ എനിക്ക് ലോൺ എടുത്താൽ മതിയല്ലോ എന്ന് വിചാരിച്ച് എടുക്കുന്ന ആൾക്കാരുണ്ടാവും, EMI വെച്ച് എടുക്കുന്ന ആൾക്കാരുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു ഏകദേശം കണക്കൂട്ടിയിട്ടുണ്ട്. അവർക്കൊരു 5,800 രൂപ EMI ഒരു മാസം ഈ വണ്ടിക്ക് ചാർജ് വരുന്നുണ്ടെങ്കിൽ അവരൊരു 2,100 കിലോമീറ്ററൊക്കെ വെച്ചിട്ട് വണ്ടി ഒരു മാസം ഓടുന്ന ആൾക്കാരാണെങ്കിൽ 3.5 രൂപ വെച്ച് കണക്കൂട്ടിയ സമയത്ത് ഒരു 7,400 രൂപയോളം അവർക്ക് എക്സ്ട്രാ പേയ്മെൻറ്റ് ഫ്യൂവൽ ചാർജ് എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് രണ്ടും കൂടെ കണക്കൂട്ടിയ സമയത്ത് ഒരു 13 ചില്ലറയും EMI ഫോർ 5 ഇയർ 5 വർഷത്തേക്ക് വരുന്നുണ്ട്, 13,000 ചില്ലാനം രൂപ. ഇനി അതേ സമയത്ത് നമ്മൾ നെക്സോണാണ് എടുക്കുന്നുണ്ടെങ്കിൽ നെക്സോൺ EVയുടെ ഈ SLR വേരിയൻറ്റ് ഫിയർലെസ് വേരിയൻ്റാണ് നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ അതിനൊരു 16,29 അറിയുന്നുണ്ട്. ചെറിയ ഇൻട്രസ്റ്റുള്ള വ്യത്യാസങ്ങളേ വരുള്ളൂ. അതും നമ്മളിപ്പോൾ ബാറ്ററി ഫുൾ എമൗണ്ടും കാര്യങ്ങളും അടച്ചിട്ടല്ലേ എടുക്കണത്. നമ്മളൊരു എമൗണ്ട് ഡൗൺ പേയ്മെൻറ്റ് അടക്കം 8 ലക്ഷം രൂപ, അതിന് ബാക്കി നമ്മൾ EMI എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇൻട്രസ്റ്റ് റേറ്റിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ. അവിടെ EMI ഏകദേശം ഇതേ റേഞ്ച് തന്നെ ആയിരിക്കും, ഒരു 14-15 രൂപയോളം നമുക്ക് മാസടവ് വരുന്നതായിരിക്കും. അപ്പോൾ ഏത് വണ്ടി എടുക്കണം എന്നുള്ളത് ചിന്തിക്കേണ്ടത് നമ്മളാണ്. നമുക്ക് ചെറിയൊരു ഇൻട്രസ്റ്റിലുള്ള ബെനിഫിറ്റ് വിൻസർ EV എടുക്കുന്ന സമയത്ത് നമുക്ക് വരുന്നുള്ളത് സത്യാവസ്ഥ തന്നെ ആയിരിക്കാം. ഇനി നെക്സോൺ EV ഈ പ്രൈസ് റേഞ്ചിൽ നല്ല വണ്ടിയാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിൻസറിനോട് നമ്മൾ കണക്കൂട്ടുന്ന സമയത്ത് വിൻസറും നെക്സോൺ EVയും പാടെ ഒരേ ലെവലിൽ ഒരേ സെഗ്മെൻറ്റിൽ നിൽക്കുന്ന വണ്ടികളാണ്. അങ്ങനെ നോക്കുന്ന സമയത്ത് പവർ കൊണ്ടും ഫീച്ചേഴ്സ് കൊണ്ടും എല്ലാം കൊണ്ടും ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന വണ്ടി നെക്സോൺ EV തന്നെയാണ്. കുറച്ചുകൂടി ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ട് കുറച്ചുകൂടി വലിയ വണ്ടി ചിന്തിക്കുന്നവർക്ക് നമ്മുടെ വിൻസർ EV തന്നെയാണ്, MGയുടെ വിൻസർ EV ആണ് ഞാൻ ഓപ്റ്റ് ചെയ്യുക. ഇനി ഇതൊന്നും പറ്റില്ല, എനിക്ക് കുറച്ച് ബഡ്ജറ്റിൽ വളരെ റേറ്റ് കുറഞ്ഞ വണ്ടി വേണമെന്ന് ചിന്തിക്കുന്ന ആൾക്കാർ ഈ 9.9 ആലോചിച്ചിട്ട് വിൻസർ EVയിലോട്ട് പോകേണ്ട ആവശ്യമില്ല. അത് റേറ്റ് വരും, നമ്മുടെ നെക്സോൺ EVയുടെ അതേ റേറ്റിലോട്ട് തന്നെ അത് ഭാവിയിലായി മാറും. അങ്ങനെ ചിന്തിക്കുന്നവർ പഞ്ചിൻ്റെ EVയിലോട്ട് പോകുക. പഞ്ചിൻ്റെ EV ആണ് അവരുടെ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ വരുന്ന ഒരു മൈക്രോ SUV രൂപത്തിലുള്ള വെഹിക്കിൾ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തത്. ഇനി ഒട്ടും വീട്ടിൽ കിലോമീറ്റർ ഓട്ടമല്ല, കുറച്ച് മാത്രം കിലോമീറ്റർ ഓട്ടം ഉള്ളൂ എന്നുള്ള ചിന്തിക്കുന്ന വ്യക്തികൾക്കും, കിലോമീറ്റർ നമ്മൾ പെട്രോൾ വണ്ടി വാങ്ങിക്കുമ്പോൾ കിലോമീറ്റർ കൂടുതൽ ചിന്തിക്കാത്ത ആൾക്കാരാണല്ലോ, അതുപോലെ നമ്മൾ വീട്ടിൽ കുറച്ചൊക്കെ ഓട്ടങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് ചിന്തിക്കുന്നവർക്കും എനിക്ക് തോന്നുന്നു MG വിൻസർ EVയിലോട്ട് പോകാം. ഇനി ടെൻഷനൊന്നും തലയിൽ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഐസ് എഞ്ചിൻ വെഹിക്കിൾസിനോട്ടാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ ഐസ് എഞ്ചിൻ്റെ കാൽക്കുലേഷനും ഏകദേശം നമുക്ക് കണക്കൂട്ടി കഴിഞ്ഞാൽ ഒരു 7-8 രൂപയോളം നമുക്ക് ചാർജ് വരുന്നുണ്ട് കിലോമീറ്ററിന്. അങ്ങനെ കണക്കൂട്ടുന്ന സമയത്ത് എന്തിനാണ് ഈ ഇലക്ട്രിക് വെഹിക്കിൾ എടുക്കുന്നത് പലപ്പോഴും ഞാനും ചിന്തിച്ചു പോകാറുണ്ട്. കാരണം ഈ വിൻസറിൻ്റെ പോലെ 3 രൂപ നമുക്കും ചാർജ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പുറത്ത് പബ്ലിക് ചാർജേഴ്സും കാര്യങ്ങളും യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ചാർജ് പ്രകാരം ഒരു 2 രൂപ എന്തായാലും ടോപ്പ് റേറ്റ് നമുക്ക് ഇലക്ട്രിസിറ്റി ചാർജ് കൊടുക്കണം കിലോമീറ്ററിന്. അപ്പോൾ ഒരു 3.5-ഉം 2-ഉം ഏകദേശം 5-5.5 കിലോമീറ്ററിന് 6 രൂപ വെച്ചിട്ട് ഇതിലും വരുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ പിന്നെ പെട്രോൾ വണ്ടിയും ഡീസൽ വണ്ടി എടുക്കുകയല്ലേ നല്ലത്. അവിടെ 8-9 രൂപയൊക്കെ ചാർജ് വന്നാലും എന്താ ഇതും രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളത് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്. പിന്നെ നാടിനെ കൺസർവ് ചെയ്യുക, എയർ പൊല്യൂഷനും കാര്യങ്ങളും ഇല്ല. പിന്നെ വീട്ടിൽ സോളാറുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഫ്രീ ഓഫ് കോസ്റ്റിൽ വീട്ടിൽ നിന്ന് ചാർജ് ചെയ്തിട്ട് ഇലക്ട്രിസിറ്റി ബില്ല് ഇല്ലാതെ ഓടാം. അങ്ങനെ വരുമ്പോൾ 2 രൂപ ചാർജ് നമുക്ക് വരുന്നില്ല, ഫ്രീ ഓഫ് കോസ്റ്റ് നമുക്ക് വണ്ടി യൂസ് ചെയ്യാം. ആ 3.5-4 രൂപ തന്നെ ചാർജ് വരുന്നുള്ളൂ. അതായത് നാട്ടിലുള്ള ടൗൺ ഏരിയയിലുള്ള യൂസേജിന് ഇലക്ട്രിക് വണ്ടി നല്ലതാണ്. ഈ ലോങ് പോകാനും കാര്യങ്ങൾക്കും ഇത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, പബ്ലിക് ചാർജേഴ്സ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് വെഹിക്കിളും അതുപോലെ തന്നെ ഐസ് എഞ്ചിൻ വെഹിക്കിൾസും ഏകദേശം ഒരുപോലെ തന്നെ ആയി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്തായാലും നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കുന്നു. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക, ലൈക്ക് അടിക്കാൻ മറക്കരുത് ഫ്രണ്ട്സ്. അടുത്ത വീഡിയോയുമായി നമ്മൾ തമ്മിൽ കണ്ടുമുട്ടുന്നതുവരെ ഐ ആം ഗോയിങ് ടു സൈനിങ് ഓഫ്. ദിസ് ഈസ് യുവർ ഫ്രണ്ട് ഫാസി മുഹമ്മദ്.